യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. മുഴുവൻ കായിക പ്രേമികളും ഗ്രൗണ്ടിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. വിശിഷ്ടാതിഥികൾ അവരുടെ കസേരകളിൽ ഇരിക്കണമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ പ്ലാക്കാടത്തിൻ കോറുകൾ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രേഖ എസ് ചന്ദ്രൻ, ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഈ പ്രദീപ് കുമാർ സാർ അടക്കം വേദിയിലും സദസ്സിലും സന്നിധാനിക്കുന്ന ഏറെ ബഹുമാനികൾ, കലാപ്രേമികൾ. ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ അറിവോടുകൂടി തന്നെ കുടുംബശ്രീ ADS കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രാസലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നടത്തിവരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ മെയ് മാസം 1-ാം തീയതി കുട്ടികൾ വായനയാണ് എൻ്റെ ലഹരി എന്നുള്ള ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൈസ്കൂൾ UP HSS വിഭാഗക്കാർക്ക് ഒരു വായനാ മത്സരം നടത്തുകയുണ്ടായി. ബുദ്ധിശേഷിയെ, ചിന്താശേഷിയെ ഇല്ലായ്മ ചെയ്യുന്ന ഓൺലൈൻ ഗെയിമുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഈ ഗെയിമുകളിൽ നിന്നെല്ലാം ലഹരി പിടിച്ചുകൊണ്ട് രാസലഹരികൾ MDMA മയക്കുമരുന്ന് അടക്കമുള്ള രാസലഹരികൾ ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന ഒരു പുത്തൻ തലമുറ, ഒരു പുത്തൻ സംസ്കാരമായി ഇന്ന് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ജില്ലയും സംസ്ഥാനവും രാജ്യവുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാൽപന്ത് കളിയാണ് എൻ്റെ ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഫുട്ബോൾ മത്സരം ഇവിടെ നടത്തുന്നു. വീടിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിയെ തകർക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയാകെ തകർത്തു കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഈ രാസലഹരി ഉപയോഗം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രാസലഹരി MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ലാഭങ്ങൾ, അതിൻ്റെ ലാഭം അവസാന കൈകളിലേക്ക് എത്തുന്നത് ഭീകരന്മാരുടെ കൈകളിലേക്കാണ്. ഭീകരവാദികൾക്ക് ഭീകരവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി ആണ് അവർ ഇത്തരത്തിലുള്ള യുവജനതയെ അവർ ഈ പറയുന്ന രാസലഹരി അടിമകളാക്കി മാറ്റുന്നത്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ അധ്യക്ഷ പദമനുവദിക്കുന്നത് ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ എസ് ചന്ദ്രനാണ്. ഇത്തരത്തിലുള്ള പുത്തൻ ആശയങ്ങൾ ഓരോന്നും വയ്ക്കുമ്പോഴും അതത് മെമ്പർമാരുമായി ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് ഓരോ മെമ്പറോടൊപ്പം നിന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സഹായിക്കുവാൻ ഏറെ പിന്തുണ നൽകി കൊണ്ടുപോകുന്ന നമ്മുടെ ആരാധനാലയം ഏറ്റവും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രനെ ഈ സമ്മേളന വേദിയിലേക്ക് യോഗ സ്ഥലത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പ്രദീപ് കുമാർ സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അടക്കം വിശിഷ്ട സേവാ മെഡൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത്തരത്തിലൊരു പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാൻ പല പേരുകളും ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രദീപ് കുമാർ സാറിൻ്റെ പേരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയോടും ഇത്തരത്തിൽ പൊതുസമൂഹത്തോടും നടന്നിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളിനെ കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായും അത് യുവജനങ്ങളിൽ കൂടുതൽ പ്രചോദനം ഉണ്ടാകും എന്നുള്ള തലത്തിലാണ് അദ്ദേഹത്തെ ആലോചിച്ചത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പ്രദീപ് കുമാർ സാറിനെ ഈ സമ്മേളന വേദിയിലേക്ക് ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ADSന്റെ മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഈ ബഹുമാനപ്പെട്ട നാട്ടുകാർ, ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ, മാധ്യമ സുഹൃത്തുക്കൾ, ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തുടങ്ങി എല്ലാവർക്കും, ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഓരോരുത്തരെയായി ഹൃദയത്തിന്റെ ഭാഷയിൽ ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ, ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിന്റെ പേരിൽ, ADSന്റെ പേരിൽ മുഴുവൻ ആളുകളെയും, ടീം അംഗങ്ങളെയും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണിത്. 16-ാം വാർഡ് മെമ്പറും കുടുംബശ്രീ CDSും പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാവരും ചേർന്ന് നമ്മളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാൽപന്ത് കളിയാണ് എൻ്റെ ലഹരി എന്നൊരു ക്യാപ്ഷനോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇന്നിവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന, വരും ദിവസങ്ങളിൽ മത്സരിക്കാൻ എത്തുന്ന എല്ലാ മികച്ച കായിക താരങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ACP പ്രദീപ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട
ടീം അംഗങ്ങൾ, സുഹൃത്തുക്കളെ, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെയും അവിടുത്തെ CDSന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്, പക്ഷേ അത് ഫുട്ബോളുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. ഫുട്ബോൾ സ്ത്രീകളടക്കമുള്ളവർ വരിക, അതിനകത്ത് ഫുട്ബോൾ ഒരു ലഹരിക്കെതിരെ ഒരു ആയുധമാക്കി, സ്പോർട്സ് ലഹരിക്കെതിരെ ഒരു ആയുധം തന്നെയാണ്. കാരണം ഒരു മുദ്രാവാക്യം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു സ്പോർട്സ് എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ഗ്രൗണ്ടിലേക്കൊന്നും ഇറങ്ങരുതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആൾക്കാർ പോലും മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വലിച്ചിറക്കി എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരും, വലിച്ചിറക്കി കൊണ്ടുവരുന്ന അവസ്ഥയാണുള്ളത്. കാരണം അങ്ങനെ ഇറക്കിയില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും കൊല്ലം ടൗണിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ആണെന്ന് സംശയിക്കുന്ന മരണങ്ങൾ 3 വർഷത്തിനിടയിൽ 15 നടന്നു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള അസുഖങ്ങളും വന്ന് കുട്ടിക്ക് അംഗവൈകല്യമോ അകാല മരണമോ വരാതിരിക്കാൻ വേണ്ടി എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതിന് ശേഷം കുട്ടികൾ വലുതായി അവർ ലഹരിക്ക് അടിമപ്പെട്ട് ഈ യാതൊരു വാക്സിൻ്റെയും ഒരു പ്രയോജനമില്ലാതെ കുട്ടികൾ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ 10-20 വയസ്സാകുമ്പോൾ ചെറുപ്പക്കാർ മരിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. കാരണം അത്രമാത്രം ഓരോ വീട്ടിലേക്കും ഇത് രാസലഹരിയുടെ ആ സാധ്യത വളരെ കൂടിക്കൊണ്ടുവരും. താല്പര്യം എല്ലാ അർത്ഥത്തിലും അഭിനന്ദനാർഹമാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഈ കളിയിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും, അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ രാസലഹരിയുടെ ലാഞ്ചന പോലും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അതിന് അവർക്കൊരു പ്രചോദനമായി ഈ ഫുട്ബോൾ മത്സരങ്ങളെല്ലാം മാറട്ടെ, അവർ ഫുട്ബോളിലും അല്ലാതെ തന്നെയും അവർക്ക് നല്ല ജീവിതവും കരിയറും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മളുടെ ഈ നാട്ടിൽ ഇതാദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ ഇതിൽ സന്തോഷിക്കുകയാണ്. ഈ രാസലഹരിക്കെതിരെ നടക്കുന്ന പ്രോഗ്രാമിൽ വേദിയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം ACP A. പ്രദീപ് കുമാർ സാർ അവർ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോത്സാഹനം കൂടെ വാങ്ങിക്കൊണ്ട് നടത്താൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവം താല്പര്യപൂർവ്വം വന്നിട്ടുള്ള ശ്രീ പ്ലാക്കാർഡിംഗ് അവറുകൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു കളിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുകളും പരിക്കുകളും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആരും ഫൗളും ഒന്നും ചെയ്യാതെ മാന്യമായ കളി, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ദീർഘഭാവിയുള്ളവരാണ്, ഒരു കാരണവശാലും ഫൗൾ ചെയ്യരുത്, നല്ല കളി കാഴ്ചവെക്കുക. എല്ലാ ആശംസകളും, 2 ടീമിന് എല്ലാ ആശംസകളും നേരുന്നു. റെസ്പെക്റ്റഡ് ചെയർമാൻ ആദിച്ചനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ രേഖാ ചന്ദ്രൻ, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് പോലീസ് പ്രദീപ് സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ആ ഒരു ലഹരി ഫുട്ബോളിനോടുള്ള ലഹരിയാണ്. ആ ലഹരി അന്ന് ഞങ്ങൾക്ക് ഫുട്ബോളിനോട് ഉണ്ടായിരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് അന്ന് അങ്ങനെ കളിച്ചത് കൊണ്ട്, അതായത് ഞങ്ങൾ ചെന്ന് വാമപ്പ് ചെയ്ത് 3 മണിക്ക് ചെന്ന് വാമപ്പ് ചെയ്ത് അരമണിക്കൂർ വാമപ്പ് ചെയ്ത് 4 മണിക്ക് കോച്ച് വരും. കോച്ച് വന്നതിന് ശേഷം കോച്ചിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കളിച്ച് 6-7 മണി വരെ ഞങ്ങൾ 3 മണിക്കൂറാണ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 1.5 മണിക്കൂർ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നതിന് യാതൊരു പ്രയാസവുമില്ല, ക്ഷീണവുമില്ല. ഇപ്പോഴും അഡിക്ഷൻ എന്ന് പറയുന്ന ലഹരിയാണ്. ആ ലഹരി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലോട്ട് പോരും. നല്ല ലഹരികൾ, ഫുട്ബോൾ ലഹരിയിലോട്ട് പോകൂ, ക്രിക്കറ്റ് ലഹരിയിലോട്ട് പോകൂ, ഷട്ടിൽ ബാഡ്മിന്റൺ കളിയിലോട്ട് പോകൂ. സ്വാഗതം അർപ്പിച്ച നമ്മുടെ വാർഡ് മെമ്പർ ടിങ്കു അവർകൾ, ഉദ്ഘാടനം ചെയ്ത ACP പ്രദീപ് കുമാർ സർ, ആശംസകൾ അർപ്പിച്ച കലജാദേവി, സുജിത് സർ, ഷിബു മനോഹർ എന്നിവർക്ക് എൻ്റെ പേരിലും ഈ പരിപാടിയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചോളൂ. മാജിക്കൽ ബൂട്ട്സിൻ്റെയും ഡീഗോ മൈലക്കാടിൻ്റെയും ടീം അംഗങ്ങൾ, പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടീം അംഗങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണമെന്ന് അറിയിക്കുകയാണ്.